ടീം വി ഡി ഇന്ന് കട്ടക്കലിപ്പിൽ കാപ്പനും കേരള കോൺഗ്രസും. ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന മാരത്തൺ ചർച്ചയിൽ ആരൊക്കെയാണ് മന്ത്രിമാർ എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമായിരിക്കുകയാണ്. മന്ത്രിമാരുടെ ലിസ്റ്റ് ഇന്ന് ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറേണ്ടതുണ്ട്. മറ്റന്നാളാണ് സത്യപ്രതിജ്ഞ. കോൺഗ്രസിന്റെ മന്ത്രിമാരെ തീരുമാനിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയാസം. എന്നാൽ ലീഗിന് മുന്നിൽ മറ്റൊരു വെല്ലുവിളിയും കൂടി വന്നിരിക്കുകയാണ്. ആരാണ് അഞ്ചാം മന്ത്രി എന്നുള്ള തർക്കം. ആ തർക്കം ഇന്ന് ചേരുന്ന ലീഗിന്റെ നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനമാകും. അതിനിടെ ഇന്നലെ രാത്രിയിൽ കേരള കോൺഗ്രസ് ഇടഞ്ഞു. 2 മന്ത്രിസ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. മാണി സി കാപ്പനാകട്ടെ ടേം വ്യവസ്ഥയിൽ തനിക്ക് താല്പര്യമില്ല എന്നും 5 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു മന്ത്രിയാകണം എന്നുമാണ് ഇന്നലെ വരെ അദ്ദേഹം ശഠിച്ചത്. അത് എത്രത്തോളം കോൺഗ്രസിന് സ്വീകാര്യമാകും എന്നതടക്കമുള്ള വിവരങ്ങൾ ഇന്ന് അറിയാൻ പറ്റും. കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച് ഏതാണ്ട് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വി ഡി സതീശനാണ് ഉള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പിന്റെയും വിജിലൻസിന്റെയും ചുമതലയുണ്ട്. സണ്ണി ജോസഫ് മന്ത്രിയാകും. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു. ആദ്യമായിട്ടാണ് മന്ത്രിയാകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഉയരുന്നൊരു പ്രശ്നം, അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ പകരം ആരാണ് KPCC അധ്യക്ഷനാവുക എന്നുള്ളൊരു പ്രശ്നം കൂടി കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. അടുത്തത് K മുരളീധരനാണ്. അദ്ദേഹം നേരത്തെ തന്നെ മന്ത്രിയായിട്ടുണ്ട്. AP അനിൽകുമാറും മന്ത്രിയായിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നേക്കാം. ഇന്നലെ നടത്തിയ ചർച്ചയിലെല്ലാം തന്നെ അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനമാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനത്തിന് താല്പര്യമില്ല. തനിക്ക് മന്ത്രിസ്ഥാനം വരെ വേണമെന്നുള്ള കടുംപിടുത്തത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അത് എത്രത്തോളം കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. M ലിജു ആണ് മറ്റൊരു മന്ത്രി. അദ്ദേഹം ആദ്യമായിട്ടാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ചാണ്ടി ഉമ്മനാണ് മറ്റൊരു മന്ത്രി. അദ്ദേഹവും ലിജുവിനെ പോലെ തന്നെ ആദ്യമായിട്ടാണ് മന്ത്രിയാകുന്നത്. IC ബാലകൃഷ്ണനും ആദ്യമായിട്ടാണ് മന്ത്രിയാകുന്നത്. ബിന്ദു കൃഷ്ണ വനിതാ പ്രാതിനിധ്യത്തിൽ ആദ്യമായിട്ടാണ് മന്ത്രിയാകുന്നത്. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് MLA ആകുന്നത് കൂടി എന്നുള്ളൊരു പരിഗണന കൂടി അവിടെ കൊടുക്കേണ്ടി വരും. ഇനിയാണ് നമ്മൾക്ക് മുസ്ലിം ലീഗിലേക്ക് വരേണ്ടത്. അവിടെ PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. KM ഷാജിയും മന്ത്രിയാകും. N ഷംസുദ്ദീനും മന്ത്രിയാകും. 5ാമത്തെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചാണ് തർക്കമുള്ളത്. അവിടെ V അബ്ദുൽ ഗഫൂറും AKM അഷ്റഫും തമ്മിലുള്ള ഒരു മത്സരമാണ് ഉള്ളത്. അവരിൽ ആരെയാണ് മന്ത്രിയാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഇന്ന് ചേരുന്ന ലീഗിന്റെ നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനമാകും. PK ബഷീറിന് ഇത്തവണ മന്ത്രിയാകില്ല എന്ന് തന്നെ ഉറപ്പിക്കേണ്ടി വരും. കാരണം മലപ്പുറത്ത് നിന്ന് 3 മന്ത്രിമാർ വേണ്ട എന്നുള്ള തീരുമാനം വന്നതോടുകൂടിയാണ് PK ബഷീറിന്റെ മന്ത്രി സ്വപ്നം അവസാനിച്ചത്. അദ്ദേഹം മന്ത്രിസഭയിലേക്കില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരും. 5ാമത്തെ മന്ത്രി ആര് എന്നുള്ള കാര്യമാണ് ഇന്ന് അറിയേണ്ടത്. അത് അബ്ദുൽ ഗഫൂർ ആണോ അഷ്റഫ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. അതേപോലെ തന്നെ ലീഗ് ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം MK മുനീറിനെയും KPA മജീദിനെയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കണം. പ്രത്യേകിച്ചും ഭരണപരിഷ്കാര കമ്മീഷൻ പോലുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള സ്ഥാനത്തേക്ക് ഈ 2 പേരെയും പരിഗണിക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം. അത് കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം സ്വീകരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അത് ഇന്ന് മാത്രമേ കോൺഗ്രസ് തീരുമാനിക്കുകയുള്ളൂ. മാണി സി കാപ്പനാണ് ഇടഞ്ഞു നിൽക്കുന്നത്. മാണി സി കാപ്പനും അനൂപ് ജേക്കബും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം ആണ് ഇവർക്ക് കോൺഗ്രസ് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതല. എന്നാൽ മാണി സി കാപ്പൻ ഈ ഒരു ഫോർമുലയോട് യോജിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ അനൂപ് ജേക്കബുമായിട്ട് 2.5 വർഷം വീതം ഉള്ള ഒരു മന്ത്രിസ്ഥാനം പങ്കിടലിന് തനിക്ക് താല്പര്യമില്ല എന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. ഇന്നലെ രാത്രി വരെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ അദ്ദേഹം വഴങ്ങിയില്ല. ഇന്നും കോൺഗ്രസ് നേതൃത്വം മാണി സി കാപ്പനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫ് മന്ത്രിയാകും. അതുപോലെ RSP നിന്ന് ഷിബു ബേബി ജോണും മന്ത്രിയാകും. CMP നിന്ന് CP ജോൺ മന്ത്രിയാകും. ഏതായാലും കേരള കോൺഗ്രസ് 2 സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്, 2 മന്ത്രിസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അത് നൽകാൻ കഴിയില്ല എന്ന്
കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നു. എന്ത് തന്നെയായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ എല്ലാ മന്ത്രിമാരെയും പ്രഖ്യാപിച്ചേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്നലെ രാത്രിയിലത്തെ പോലെ തന്നെ തിരക്കിട്ട ചർച്ചകൾ ഇന്നും ഉണ്ടാകും. അതിന് ഉള്ളിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറുന്നതോടുകൂടി ആ പ്രോസസ്സ് അവസാനിക്കുകയും പിന്നീട് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ മാത്രമേ ബാക്കിയുള്ളൂ. അത് വർണ്ണശബളമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞയായിരിക്കും. എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ആ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള വൻ കോൺഗ്രസ് നിര അണിനിരക്കും. ഒപ്പം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വിജയ് പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് അക്കാര്യത്തിലും ഒരു തീരുമാനമാവും. വിജയ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വിജയ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന മാണി സി കാപ്പനെയും ഇടഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസിനെയും അനുനയിപ്പിക്കുക, ഒപ്പം ലീഗിൻ്റെ 5ാം മന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുൻപായി തന്നെ കോൺഗ്രസിന് അവസാന മന്ത്രി പട്ടിക ഗവർണർക്ക് സമർപ്പിക്കാൻ കഴിയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.